നടി ആക്രമിക്കപ്പെട്ട കേസിൻ്റെ വിധി വന്നിരിക്കുകയാണ്. അത് മച്ച് എവേറ്റഡ് വേർഡിക്റ്റ് ആയിരുന്നു. എല്ലാവരും കാത്തു നിന്ന ഒരു വിധിയായിരുന്നു. 8-8.5 വർഷക്കാലം നിയമ പോരാട്ടം നടത്തിയതിന് ശേഷമുള്ള വിധി. ശരിക്കും പറഞ്ഞാൽ അധികം കാലമൊന്നും ഒരു വിധിക്ക് വേണ്ടി ഒരു വിക്ടിമിനെയും അതുപോലെ തന്നെ ഒരു സമൂഹത്തിനെയും വെയിറ്റ് ചെയ്യിപ്പിച്ചുകൂടാ എന്നാണ് എൻ്റെ അഭിപ്രായം. ബിക്കോസ് ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്. പരിഷ്കൃത സമൂഹത്തിലൊക്കെ മാക്സിമം 2-3 വർഷത്തിനുള്ളിൽ കേസ് ക്ലോസ് ചെയ്യുന്നത് കാണാം, വിധി നടപ്പിലാക്കുകയും ചെയ്യും. എന്തുകൊണ്ടോ ഇവിടെ ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ വളരെയധികം ഉള്ളതുകൊണ്ടായിരിക്കാം, ജനപ്പെരുപ്പം കൂടുതലുകൊണ്ടായിരിക്കാം അത്രയ്ക്കധികം ആവലാതികൾ വന്ന് കുമിഞ്ഞു കൂടുന്നത് കൊണ്ടായിരിക്കാം ഇങ്ങനെ നീണ്ടു പോകുന്നത്. മാത്രമല്ല ഇന്ത്യൻ നിയമ വ്യവസ്ഥയിൽ ലോയേഴ്സ് പാരഡൈസ് എന്നാണല്ലോ പറയുന്നത്. കുറച്ചൊക്കെ പോകെ നമുക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം തെളിവുകൾ മാത്രം, അത് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറി പ്രൊഡ്യൂസ് ചെയ്യുന്ന തെളിവുകളാണല്ലോ കോടതികൾക്ക് പരമപ്രധാനം. തെളിവുകളില്ലെങ്കിൽ കോടതി ശരിയായ വിധി നടപ്പിലാക്കുകയില്ല. അവർ കോടതിയെ പറഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ചിലപ്പോൾ ബയാസ്ഡാണ്. പല വിധികൾക്കും ജഡ്ജിൻ്റെ വിവേചനാധികാരം ഉണ്ടല്ലോ. അത് ഒരു പരിധി വരെ. പക്ഷെ കൂടുതലും തെളിവുകൾ ആശ്രയിച്ചായിരിക്കുമല്ലോ വിധി. എന്നിരുന്നാലും മിടുക്കം വക്കീലിൻ്റെ കയ്യിൽ ഒരു കേസ് കിട്ടുകയാണെങ്കിൽ പലപ്പോഴും കുറ്റം ചെയ്തവൻ ഇന്നസെൻ്റ് എന്നുള്ള വിധി വരുന്നത് കാണാം. അതാണ് കൂടുതൽ കാണുന്നതും. തെളിവ് മിടുക്കുള്ളവർക്ക് നീതി കിട്ടുന്ന ഒരു സംവിധാനം ഇവിടെയുണ്ട് പലപ്പോഴും നമുക്കൊക്കെ. അതുകൊണ്ട് തന്നെ ആ ട്രോമയിലൂടെ കടന്നു പോകേണ്ടതില്ലല്ലോ എന്ന് വിചാരിച്ച ആൾക്കാർ അത് പൊതുസമക്ഷം തനിക്ക് നേരിട്ട അനീതി കൊണ്ടുവരികയോ പറയുകയോ കോടതിയെ സമീപിക്കുകയോ ചെയ്യാൻ എൻ്റെ കാലത്തൊന്നും തയ്യാറായിരുന്നില്ല. കാരണം അതിനെ ബ്ലോ ഓഫ് ചെയ്യേണ്ട അത്രയ്ക്കധികം കാശായിരിക്കും. അതിനുവേണ്ടി ചിലവഴിക്കാൻ അത്രയ്ക്കധികമുള്ള കാശും നമ്മുടെ കയ്യിലുണ്ടാവില്ല. പിന്നെ ആ കോടതി വ്യവഹാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ട്രോമ, വിസ്താരം, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമുക്കതങ്ങോട്ട് മറന്നു കളയാം, ഈശ്വരനിൽ വിശ്വസിക്കാം, നമുക്ക് നമ്മുടെ വഴിയിൽ കൂടെ പോകാം എന്നുള്ള രീതി ആത്മീയതയിലേക്കൊക്കെയാണ് ആൾക്കാരൊക്കെ പോകുന്നത് കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പോടുകൂടി പറയുന്നത്. അങ്ങനെ പക്ഷേ ഈ ആക്രമിക്കപ്പെട്ട നടി എല്ലാ ട്രോമകളും നേരിടാൻ തയ്യാറായി എന്നുള്ളതാണ്. പക്ഷെ കുറ്റം നടന്നു എന്നുള്ളതും വിധിയോടുകൂടെ നമുക്ക് ഇന്നലെ മനസ്സിലായി. അവർക്ക് ഈ 5-6 പേർക്ക് ശിക്ഷയും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം നടി അത് ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അല്ല. നടി അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. നടിയെ അവരെല്ലാം പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സംശയരഹിതമായി തെളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കൊക്കെ ശിക്ഷ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രോസിക്യൂട്ടർ അതിൻ്റെ ഇടയിൽ ചോദിച്ചു, പറയുന്നുണ്ട് ഇവരൊക്കെ അജ്ഞാനുവർത്തികളാണ്, പക്ഷേ മറഞ്ഞു നിൽക്കുന്ന വേറൊരാളുണ്ട്, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പ്ലോട്ടൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതിന് തെളിവില്ല എന്ന് പറഞ്ഞു. അതിന് തെളിവില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞു. പിന്നെ ഇത്തരം അസോൾട്ട് കേസസിൽ കൊടുക്കേണ്ടതായ മിനിമം സെൻറ്റൻസ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 years ആണ്, 20 വർഷമാണ്. അത് ഏറ്റവും മിനിമമാണ്. ആ മിനിമം 20 വർഷം കൊടുത്തു എന്ന് പറഞ്ഞപ്പോൾ പ്രോസിക്യൂട്ടർ ചോദിക്കുന്നുണ്ട്, അത് ഏറ്റവും കുറഞ്ഞതല്ലേ? അപ്പം ഇത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? തെറ്റായ സന്ദേശം കൊടുക്കില്ലേ? അതിൽ കൂടുതൽ വേണ്ടതല്ലേ? ജീവപര്യന്തം വേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജഡ്ജി തിരിച്ചു ചോദിക്കുന്നുണ്ട്, സമൂഹത്തിന് വേണ്ടിയാണോ കോടതി വിധികൾ? മുന്നിൽ വന്ന തെറ്റുകളെ ആശ്രയിച്ചിട്ടല്ലേ കോടതി വിധികൾ? സമൂഹത്തിന് വേണ്ടിയാണോ? ജനവികാരം നോക്കിയാണോ ഇവിടെ വിധി പറയാനിരിക്കുന്നത് ജഡ്ജിമാരെ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊരു വലിയ ചർച്ചയ്ക്കാണ് വഴിയൊരുക്കിയേക്കുന്നത്. കോടതി വിധികൾ സമൂഹത്തിന് സന്ദേശം നൽകേണ്ടതുണ്ടോ എന്നാണ്.
അക്കാദമിക്കായിട്ട് പറയുകയാണെങ്കിൽ നോ എന്നായിരിക്കും അവരുടെ ഉത്തരം. കാരണം അവർ അങ്ങനെയാണ്. കോടതി വിധികളുടെ അന്തിമമായ പരമപ്രധാനമായ അന്തിമമായ ലക്ഷ്യം അതാണോ എന്ന് ചോദിച്ചാൽ എന്താണെന്നുള്ളതാണ് ജസ്റ്റിസ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം കോടതി വിധികൾ ഒരു സമൂഹത്തിനെ നവീകരിക്കാൻ ഉതകുന്ന രീതിയിലായിരിക്കേണ്ടതുണ്ട് ഒരു പരിധിവരെ. കാരണം അത് ഒരു കേസ് വലിയൊരു സാമൂഹിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് സ്ത്രീ സുരക്ഷ, പീഡനം, അധികാര ദുർവിനിയോഗം എന്നീ അത്തരം സ്വഭാവമുള്ള കേസുകളാണെങ്കിൽ തക്കതായ ശിക്ഷ നൽകുകയാണെങ്കിൽ ഇതൊരു ഗുരുതരമായ തെറ്റാണ്, ഇതിന് ഇത്ര കണ്ട് ശിക്ഷയുണ്ട്, അതിൻ്റെ ആ ശിക്ഷയിൽ നിന്ന് തന്നെ ആ തെറ്റിൻ്റെ ഗ്രെവിറ്റി ജനങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അത് ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എന്നുള്ള വളരെ ഗൗരവമായ ഗുരുതരമായ തെറ്റാണ് എന്നുള്ളൊരു ബോധ്യം ജനങ്ങളിൽ ഉളവാക്കാൻ സഹായിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അത്തരം ശിക്ഷാവിധികൾ ഒരു സന്ദേശം തന്നെ കൊടുക്കുന്നുണ്ട്. ഇത്തരം തെറ്റ് ചെയ്തുകൂടാ, ഇത്തരം ചിന്താഗതികൾ പാടില്ല, ചെറിയ കുട്ടികളെ പെഡോഫൈൽ അത് കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്, രോഗമാണെങ്കിൽ ചികിത്സിക്കപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്, തക്കതായ ശിക്ഷ കിട്ടും, കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്, അവരുടെ സ്വകാര്യതയിൽ അല്ലെങ്കിൽ അവരെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു സന്ദേശം, അതിനുള്ള ശിക്ഷ ഇതാണ് എന്നുള്ളൊരു സന്ദേശം ഉണ്ട്. അവർ വോയിസ്ലെസ് അല്ല, അവർക്ക് നിയമപരിരക്ഷയുണ്ട്. സ്ത്രീകളുടെ കേസിലാണെങ്കിലും അവർക്ക് സുരക്ഷയുണ്ട്, സ്വതന്ത്രമായി യാത്ര ചെയ്യാനും സ്വതന്ത്രമായി ജീവിക്കാനും എല്ലാം അവിടെ സ്വാതന്ത്ര്യമുണ്ട്, അതിന് നിയമപരിരക്ഷയുമുണ്ട്. അതിൻ്റെ വയലേഷന് ഇതാണ് ശിക്ഷ എന്നുള്ളൊരു സന്ദേശം കൊടുക്കുന്നുണ്ട്. അത് തെറ്റുകൾ കുറയ്ക്കാനും പിന്നെ അതുപോലെ തന്നെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും സഹായിക്കും. പിന്നെ സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ ശക്തിപ്പെടുത്താനും സഹായിക്കും ഇത്തരം കോടതി വിധികൾ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നിയമവും നീതിയും സമൂഹത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളാണെന്ന് കാണിക്കാൻ ചില വിധികൾ നമ്മൾ സഹായിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ഓണർ ഡെത്ത്, ദുരഭിമാന കൊല, സ്റ്റാറ്റസിന് ചേരാത്ത ബന്ധമാണെങ്കിൽ പെൺവീട്ടുകാർ കൊണ്ട് ആൺ ചെറുക്കനെ കൊന്നുകളയുക, അതൊരു ദുരഭിമാനക്കൊലയാണ്. അതുപോലെ തന്നെ സ്ത്രീധന കൊലപാതകം, ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് വീട്ടിൽ നിന്ന് ഓരോ പെൺകുട്ടികൾക്ക് ഇവർ ആഗ്രഹിച്ചതോ അല്ലെങ്കിൽ ഇവർ പറഞ്ഞതോ ആയ തുക സ്ത്രീധനമായിട്ടോ സ്വർണ്ണ സ്ത്രീധനമായിട്ടോ കിട്ടിയില്ലെങ്കിൽ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ച് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയും അല്ലെങ്കിൽ കൊല്ലുകയൊക്കെ ചെയ്യുക. പിന്നെ രാഷ്ട്രീയ അഴിമതി നടത്തുക. പക്ഷേ ഏത് വിധേനയിലും രാഷ്ട്രീയ പൊതുപ്രവർത്തനത്തിലിറങ്ങി വോട്ട് നേടി ജയിച്ച് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലിരുന്ന് അധികാര ദുർവിനിയോഗം ചെയ്യുക, അഴിമതി നടത്തുക ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ സർവ്വസാധാരണമാണ്. ഇതൊക്കെ ചെയ്താൽ ആരും ഇവിടെ ചുക്കും മസിൽ ആൻഡ് മണി റെയിൻസ്, ഇവിടെ ആരും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നൊരു ധാരണയോടെ ഒരു സമൂഹം ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. കുഞ്ഞുങ്ങളും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വളരെയധികം താല്പര്യം കാണിക്കുന്നുണ്ടൊരു പുതുതലമുറ. കാരണം തട്ടാലോ കാശുണ്ടാക്കാലോ എന്നൊക്കെ ഒരു രീതിയിൽ കയ്യിൽ നിയമം കാര്യങ്ങളൊക്കെ അവനവൻ്റെ കയ്യിലുണ്ടല്ലോ, ആരെയും സ്വാധീനിക്കാലോ എന്നുള്ളത്. അതിന് തക്കതായ ശിക്ഷ നൽകുകയാണെങ്കിൽ ഈ ജനങ്ങളുടെ ചിന്താപദ്ധതിയെ നവീകരിക്കാൻ അത് സഹായിക്കും എന്ന് തന്നെയാണ്. ആ കോടതി വിധിയിലൂടെ തന്നെയാണ് ജനങ്ങൾ ഇത് വളരെ ഗൗരവമേറിയ കുറ്റമാണ്, ഇതിൻ്റെ ശിക്ഷ ഇങ്ങനെയാണ് എന്നുള്ള സന്ദേശം പൊതുസമൂഹത്തിന് നൽകാൻ കഴിയുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ വളരെ ഒരു കറപ്റ്റഡായിട്ടുള്ള സമൂഹം, വികലമായ ചിന്താഗതിയുള്ളൊരു സമൂഹം ഒക്കെ തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് കോടതി വിധികൾ നൽകുന്ന സന്ദേശം ഇത്തരം കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടും, കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നൊരു വിധിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നാൽ അത് വലിയൊരു സന്ദേശമാണ്. ഉദാഹരണത്തിന് സമത്വം, സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ അവകാശ ഇൻഡിവിജ്വൽ റൈറ്റ്സ്, വ്യക്തികളുടെ അവകാശം, മനുഷ്യാവകാശങ്ങളൊക്കെ
ലംഘിക്കപ്പെടുകയാണെങ്കിൽ നമ്മൾ കോടതിയെ സമീപിച്ചാൽ അത് നമുക്കത് നിയമപരീക്ഷയുണ്ടെന്നും അത് റീഡ്രസ് ചെയ്യപ്പെടുമെന്നുള്ള എന്നൊരു രീതിയിലുള്ള വിധിയാണെങ്കിൽ അവിടെ കയ്യുക്കുള്ളം കാര്യക്കാരൻ എന്നൊരു ഒരവസ്ഥ ഉണ്ടാവില്ല. ഉദാഹരണത്തിന് അർഹതയുള്ള എല്ലാവിധ യോഗ്യതയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാളെ ഒഴിവാക്കിക്കൊണ്ട് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഉള്ള ഒരു കക്ഷിയെ, അല്ലെങ്കിൽ എല്ലാവിധ ക്രൈറ്റീരിയകളുള്ള നമ്മളെ നിയമനത്തിന് SC ST അങ്ങനെ കുറേ ക്രൈറ്റീരിയകളുണ്ടല്ലോ, അതൊന്നും പാലിക്കാതെ പൈസ കൊടുത്ത് കോഴ കൊടുത്ത് പിൻവാതിലിലൂടെ നിയമിക്കപ്പെടുക, അതിന് അർഹതയുള്ളവരെ അവഗണിക്കുക എന്നൊക്കെ രീതി വരുമ്പോൾ അതിനായി കോടതിയെ സമീപിക്കുകയാണെങ്കിൽ അവരെ അനർഹനെ എടുത്ത് വലിച്ചു പുറത്തേക്കിട്ട് ഒരു വിധി കോടതി പ്രസ്താവിക്കുകയാണെങ്കിൽ അത് അത്തരം എവിടെയാണ് നിയമനം നടത്തുന്ന അധ്യാപകരാണെങ്കിൽ ആ സ്കൂൾ മാനേജ്മെൻറ്റിനും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാർക്കും അധികാരം കൈയാളുന്നവർക്കൊക്കെ കൃത്യമായ ഒരു താക്കീതാണ്. അത് നമുക്ക് വലിയൊരു സന്ദേശം തന്നെയാണ് കോടതി വിധികളിലൂടെ നമുക്ക് കിട്ടുന്നത്. അത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനും അത്തരം കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാനും അത് ഉപകരിക്കുമെന്നുള്ളത് ഒരു സംശയവുമില്ല. എന്നിരുന്നാലും വിധിയുടെ അന്തിമ ലക്ഷ്യം സന്ദേശം നൽകലല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അക്കാദമിക്കായിട്ട് പറയുകയാണെങ്കിൽ ജഡ്ജി പറഞ്ഞത് ശരിയാണ്. അതിപ്പോൾ മാധ്യമങ്ങൾ കടന്ന് ഇന്നാളാണ് തെറ്റ് എന്ന് വിളിച്ചു പോവുക, അല്ലെങ്കിൽ പൊതുജനം മുഴുവൻ ഇങ്ങനെ തെറ്റെന്ന് വിളിച്ചു പോവുക. അതിനനുസരിച്ച് ജഡ്ജി വിധി പറയണമെന്ന് നമുക്ക് ശഠിക്കാൻ വയ്യ എന്നുള്ളത് ശരി തന്നെയാണ്. കാരണം ജഡ്ജിയുടെ മുന്നിൽ വരുന്ന സംഭവങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കുകയും അവർ അതിനു മുന്നേ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള തെളിവുകൾ പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നീതിയുക്തമായ നിയമം നടപ്പിലാക്കുകയുമാണ് കോടതിയുടെ ജോലി. അതാണ് കോടതിയുടെ സ്വഭാവം, കോടതിയുടെ ജോലി അതായിരിക്കണം. എന്നാൽ ചില കാര്യങ്ങളിലൊക്കെ കോടതിക്ക് വിവേചന അധികാരമുണ്ട്. ആ വിവേചന അധികാരത്തിന് ആസ്പദമായിരിക്കും കോടതി വിധികളെല്ലാം തന്നെ. എന്നാൽ സന്ദേശം നൽകുന്നത് അതിൻ്റെ അനുബന്ധ ഫലമാണ്. അപ്പോൾ ഇത്തരം കോടതി വിധികൾ എന്തായാലും സാമൂഹിക പരിവർത്തനത്തിന് ഉപകരിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് സമൂഹത്തിൻ്റെ എന്ത് സന്ദേശം എന്ന് നൽകും എന്നുള്ളതും തെറ്റായ സന്ദേശം നൽകില്ലേ എന്ന് പ്രോസിക്യൂട്ടറുടെ ചോദ്യമൊക്കെ വളരെ ശരിയാണെന്നാണ് എൻ്റെ ധാരണ. അപ്പോൾ മിനിമം 20 വർഷം കുറഞ്ഞുപോയി എന്ന് പറയുന്നുണ്ട്. പക്ഷേ 20 വർഷം അത്ര കുറഞ്ഞ കാലയളവല്ല എന്നെ സംബന്ധിച്ചിടത്തോളം, വലിയൊരു വ്യാഴവട്ടത്തിലും കൂടുതലാണ്. ഇത്തരം സ്വഭാവം ഉള്ളവർക്ക്, ഇത്തരം സ്വഭാവമുള്ള കേസിൽ അത് കുറവാണ്. എന്നാൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾ തെറ്റ് ചെയ്താൽ കാശുണ്ടെങ്കിൽ ഊരിപ്പോരാം എന്നൊരു സന്ദേശം കൊടുക്കുന്നതും ശരിയല്ല. ഇവിടെ അങ്ങനത്തെ അത് ഈ പ്രസ്തുത കേസിൽ അങ്ങനെ കൊടുത്തു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പൊതുവായി പറയുകയാണ്, കാശുള്ളവരെല്ലാം ശിക്ഷിക്കപ്പെടുന്നത് വളരെ അപൂർവമായിട്ടേ കാണുന്നുള്ളൂ. അതേസമയം ഒരു സാധാരണക്കാരൻ ചെയ്ത തെറ്റിനൊക്കെ കൃത്യമായ ശിക്ഷ കിട്ടുന്നുണ്ട്. കാശെറിയാൻ ഇല്ലാത്തവരൊക്കെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ്, എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ പറയുന്നത്. ആളും അർത്ഥവും ഇല്ലാത്ത ആൾക്കാരെ, നിരാലംബരായ എന്നെപ്പോലെ എൻ്റെ കാലയളവിൽ, ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ നല്ല സാമർഥ്യമുണ്ട്, അവരെല്ലാം നേടി വരുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കാലഘട്ടത്ത് ഇത്തരം സോഷ്യൽ മീഡിയയോ സാമൂഹ്യ പിന്തുണയോ ഒന്നുമില്ല. സഹിച്ചോ, മിണ്ടാതിരിക്കൂ, ആരെങ്കിലും അറിയും, ആരെയും അറിയിക്കേണ്ട, വീട്ടിൽ നിൽപ്പാവും, അങ്ങനെയൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് കോടതി വിധികൾക്ക് സമൂഹത്തിന് സന്ദേശം നൽകാനാകും എന്നാണ് എൻ്റെ അഭിപ്രായം. നന്ദി, നമസ്കാരം.